മറു സൈഡിലേക്ക് റോപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ചെടുക്കാൻ പറ്റിയല്ലേ? അതിലേക്ക് അതെ 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 അതായത് രണ്ട് വശത്തു നിന്നുമായിട്ട് ഇതിനകത്തുകൂടി റോപ്പ് പോവുകയാണ് എങ്കിൽ ആ മുകൾ തട്ടിലേക്ക് അത് ഉയർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. അത്തരത്തിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് നിലവിൽ പരിശോധിക്കുകയാണ് ഈ ക്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അങ്ങനെ ഒരു റോപ്പ് അതുവഴി ഇങ്ങോട്ടേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് രണ്ട് വശത്തു നിന്നും മുകളിലേക്ക് ഹുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് മുകൾ തട്ടിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുമെന്നുള്ളത് കൂടി നമുക്ക് പറയാനും സാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗത്തേക്ക് റോപ്പ് കടത്തി വിട്ടിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് രണ്ട് സൈഡിലേക്ക് പൊളിഞ്ഞു വരികയാണെങ്കിൽ പിന്നീട് അതൊരു ഓപ്പൺ സ്പേസ് ആയി തീരും. പിന്നെ അവിടെ വളരെ വേഗം തന്നെ അവിടെ എത്തിയിരിക്കുന്ന എനിക്കൊന്ന് ഫോറൻസിക്കിലെ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ ഉദ്യോഗസ്ഥരാണ് അവിടെ ഒരു വെള്ള ഷീറ്റ് വിരിച്ച് ഇപ്പോൾ കണ്ടെത്തിയ ഒരു അസ്ഥികഷണം അതിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ DNA പരിശോധനയിൽ വളരെ നിർണായകമാണ്. എനിക്കൊന്നു ആ പാൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജിതിൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ DNA പരിശോധന നടക്കണം. എന്നാൽ പോലും നമുക്ക് 100% ഉറപ്പിക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ആ ക്യാബിനുള്ളിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ ഇനി അത് രണ്ടായിട്ട് ആ പാളി വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി തെരച്ചിൽ എളുപ്പമാവും അല്ലേ ദീപക്? അതെ, ആ മുകൾ തട്ടിൽ അതിൻ്റെ റൂഫ് പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തുള്ളത് എന്താണെന്നുള്ളത് കണ്ടെത്താൻ എളുപ്പത്തിൽ കഴിയും. ഒപ്പം തന്നെ അരുൺ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജിതിൻ ആ പാൻറ്റിൻ്റെ ഭാഗം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള പ്രശ്നം എന്തെന്ന് പറയുന്നത് ലോകേഷും ജഗന്നാഥനും ഇപ്പോഴും കാണാമറയത്താണുള്ളത്. നാളെ ഏതെങ്കിലും തരത്തിൽ ഒരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ പോയാൽ അവർ ഏതെങ്കിലും തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതാണ് ഇന്നലെ ഞാൻ ഈ ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അങ്കോല സ്റ്റേഷനിലെ CI ചന്ദ്രശേഖറുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് മാത്രം എന്നുള്ള നിലയിലാണ് ഈ DNA നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഗ്യാസ് കട്ടിങ്ങിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? കാര്യം ചില ഭാഗങ്ങൾ ഗ്യാസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ കേബിൾ ഈ വയറ് കൊളുത്തിവിടാൻ എളുപ്പമായിരിക്കും. കാരണം അത്രയും ഭാഗം ഇപ്പോൾ കേബിൾ കടക്കാത്ത ഭാഗമാണെങ്കിൽ ഇത് പക്ഷേ ഇത് വലിച്ചു നീക്കിയാൽ ഇത് കടന്നു പോരാവുന്നതേ ഉള്ളൂ അല്ലേ? മുകളിലത്തെ പാളി വെയിറ്റ് ചെയ്യുന്നതിന് വെച്ചോക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ അത് അവർക്കത്ര കണ്ട് എളുപ്പമായിരിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ആ റോപ്പ് അതിനകത്തു കൂടി കടത്തി വിടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും ശ്രമകരമായ ദൗത്യമായിട്ടുള്ളത്. അതിന് ഉതകുന്ന തരത്തിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അത് ഇനി ഗ്യാസ് കട്ടറിലേക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും സമയം വൈകുന്നുണ്ട്. അവരിങ്ങനെ വെയിറ്റിങ്ങിലാണ്, ആരെയോ കാത്തിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിൽ നമുക്കൊരു പലപ്പോഴും ഈ കാത്തിരിപ്പിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഇതിനു മുൻപ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇത്രയും എത്തിക്കഴിഞ്ഞു. വളരെ എളുപ്പം തന്നെ ഇന്ന് പുലർച്ചെ 8 മണിയോടുകൂടി തന്നെ എല്ലാ ക്രെയിനുകളും അവിടെ എത്തിച്ചു. വളരെ കൃത്യമായിട്ട് കരയിലേക്ക് ലോറി എത്തിക്കാനും നമുക്ക് സാധിച്ചിരുന്നു. ഗ്യാസ് കട്ടറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണോ എന്ന് നമുക്കറിയില്ല അല്ലേ? പക്ഷെ അപ്പോഴും ഇനിയും അർജുൻ്റേതായി ഈ ക്യാബിനുള്ളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പൂർത്തിയാവണമെങ്കിൽ ആ ക്യാബിൻ്റെ മുകൾ ഭാഗത്തെ പാളി പൂർണ്ണമായിട്ടും വേർപെട്ട് വരേണ്ടതുണ്ട്. അങ്ങനെ വേർപെട്ട് വന്നാൽ മാത്രമേ തെരച്ചിൽ പൂർണ്ണമാവുകയുള്ളൂ. ഈ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടോ ദീപക്? ഒന്ന് ഈ ഗ്യാസ് കട്ടറിന് വേണ്ടിയിട്ട് ഇവരാരെങ്കിലും പറഞ്ഞയച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഗ്യാസ് കട്ടർ വരുന്നത് വരെ കാത്തിരിക്കുക. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ചില ഭാഗങ്ങൾ അറുത്തു മാറ്റിയാൽ ബാക്കി ഭാഗങ്ങൾ എളുപ്പം നമുക്ക് പൊളിച്ചെടുക്കാൻ സാധിക്കും അല്ലേ? അതെ, ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. പക്ഷേ അവരാരും ഔദ്യോഗികമായി സംസാരിക്കാൻ തയ്യാറല്ല. നമ്മളല്ലാതെ സംസാരിച്ചിരുന്നു. അപ്പോൾ പറയുന്നത് ആരോ ഒന്ന് വരാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൽകുന്ന വിവരം. അവർക്ക് ആരാണെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത നൽകിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫോറൻസിക് സംഘമോ അങ്ങനെ എന്തെങ്കിലും എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ഇപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമ്മുടെ റിജി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ സ്ട്രോങ് ആണ് ക്യാബിൻ. കാരണം ഈ SP എത്തിയിരിക്കുന്നു, SP വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു.